പേര് അശ്വതി. വയസ്സ് 25. ബാഗിൽ എന്താ? പണം. പോടാ, ഇവൻ എപ്പോഴും തമാശയാ. ഇന്നു മുതൽ ഈ കാർ എന്റെ മാത്ര. തൊട്ടാൽ അപ്പൊ ഞാൻ പറയുന്നത് ജീവ, അയ്യോ രക്തം. ഇങ്ങതാ. ഒട്ടും വേദനിക്കാതെ ഇഞ്ചക്ഷൻ എടുക്കണേ ഡോക്ടർ. ശരി മാ. എങ്ങനെയൊക്കെ പട്ടിയെ സ്നേഹിച്ച് വളർത്തിയാലും അത് അതിന്റെ തനി സ്വഭാവം കാണിക്കും. ഈ നാശത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കള പിള്ളേരെ. എന്തൊക്കെയോ നടക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടുപിടിക്കാൻ ഏത് CID വരുമോ എന്തോ. തൂത്തുക്കുടി നിന്ന് മദ്രാസിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ് പോലുമില്ല. പിന്നെ ഇവനിങ്ങനെ ഡെയിലി പോയി വരുന്ന അളിയാ, നിങ്ങൾ CIDയിലായിരുന്നില്ലേ? കണ്ടുപിടിക്കളിയാ. ഞാൻ അന്വേഷിക്കുന്ന അവൻ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ അവനെ കാണുമ്പോ ചെറുതായിട്ട് വയറ്റിന്നൊരു മിന്നൽ പോലെ. കണ്ടുപിടിക്കണം. ഞാൻ CIDയിലായിരുന്നല്ലോ. വളർത്തിയവർക്ക് പട്ടി പോലും മക്കളെ പോലെ. എന്തൊരു കഷ്ടമായത്. നമ്പർ കിട്ടുന്നേ ഇല്ലല്ലോ. എന്താ സാറേ പറയുന്നേ? ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തെന്നോ? അതാ മേഡം ഞങ്ങൾ നേരിട്ട് വന്നത്. ഞങ്ങൾ മൂലം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമർ അല്ലേ? ഇല്ലില്ല, ഇതിലെന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ജീവയോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ജീവ സാറിന് നേരിട്ട് വന്ന് താങ്കളുടെ ഒപ്പിട്ട ചെക്ക് നൽകി കണക്ക് തീർത്ത് ക്യാഷ് വിഡ്രോ ചെയ്ത് പോയി മേഡം. ജീവ, 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 ബാങ്ക് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്തോ മോനെ? എന്തിന്? ആ പണമൊക്കെ എവിടെ? ഇവൻ എന്തോ പറ്റിയിട്ടുണ്ടടാ. അങ്ങനെ ഒന്നുമില്ല മേഡം, വിഷമിക്കാതെ നമുക്ക് സാവധാനം ചോദിക്കാം. എന്ത് ചെയ്യും ദൈവമേ? ഗുരു സുഖമാണോ? സുഖാണ്. പട്ടിയെ മോനെ പോലെ കരുതി മക്കളെ പട്ടിയെ പോലെ അലയാൻ വിടുന്ന പട്ടണോടായത്. പറ. ആ ജീവ എന്നെ കൊണ്ട് തിരുച്ചെന്തൂര് വന്നിരിക്കുവാടാ. അവിടെ സമുദ്രക്കരയുടെ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തൂത്തുക്കുടി തന്നെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ എന്താടാ ചെയ്യുന്നേ? നീ ഉള്ളപ്പോ ഒറ്റ തലവേദന, ഇവൻ വന്നപ്പോ ഇരട്ട തലവേദന. എടാ മണ്ടച്ചാരെ, എന്നെ വിളിച്ചോണ്ടിരിക്കാതെ സമുദ്രക്കനിയെ വിളിക്കടാ. ഇത് തന്നെയാടാ ഗുരു, വിളിക്കാമടാ. ഈ രണ്ടെണ്ണത്തിനിടെ കിടന്ന് ഞാൻ പാടുപെടും. ഒന്നുമില്ല, നീ ഇവിടെ ഇരിക്കി. ഞാൻ തിരുച്ചെന്തൂര് കടലിൽ പോയിട്ട് കുറച്ച് ഉപ്പുവെള്ളം വായി കൊണ്ടിട്ട് വരാം കേട്ടാ. അയ്യോ കൊല്ലൂല്ലോ അവൻ. ഏത് തെണ്ടിയാന്ന് നോക്കട്ടെ. ഹലോ, ആരാ ഇത്? ഞാനാ രമണൻ. എനിക്ക് അണ്ണാച്ചിയോട് കുറച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കണം. അന്ന് നീ സംസാരിച്ചതല്ലേ? നീ ഗുരുവിനെയും കൊണ്ടുവന്ന് പെട്ടെന്ന് അണ്ണാച്ചിയുടെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയില്ലേടാ? അതങ്ങനെ പറ്റിപ്പോയതാ, ക്ഷമിക്ക്. അവൻ എന്നെ വെച്ച് നിങ്ങളുടെ അടുത്ത് കളിച്ചതാ. ഇപ്പൊ ഗുരു തിരുച്ചെന്തൂരിൽ ഓം മുരുക ലോഡ്ജിലുണ്ട്. നിന്റെ അണ്ണാച്ചിയോട് ഒന്ന് പിടിച്ചോണ്ട് പോകാൻ പറയും. ഇപ്പൊ ഫോൺ വെക്ക്.
എടാ ജീവ, കുറച്ചു നാളെ ഒറ്റ ഇരിപ്പിരിക്കല്ലേ, നിന്റെ വഴി തെളിയാൻ പോണു. അമ്മേ ഇവിടെ ഉണ്ടായിരുന്നോ? അവര് സർ പോകാം. ഇതാ ജീവ, പറഞ്ഞില്ലേ എന്റെ അമ്മ. അമ്മേ, ഇവൻ ശാസ്ത്രജ്ഞൻ, റോക്കറ്റൊക്കെ വിടും. നീ നന്നായി വരുമോനെ. അമ്മയ്ക്ക് നല്ലത് വരട്ടെ. എടാ ജീവ, എന്താടാ 10 പവൻ തൂക്കമുള്ള മാല ഊരിക്കൊടുത്തത്? എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു. നീയാണടാ നല്ലവൻ. രമണ, നീ എന്ത് ജോലി ചെയ്യുന്നെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അറിഞ്ഞാ കഴിഞ്ഞു. തിരുച്ചെന്തൂർ കടലിൽ അവസാനിപ്പിക്കും. തൂത്തുക്കുടി ഹാർബറിൽ ക്യാപ്റ്റൻ ആണെന്ന് കള്ളം പറഞ്ഞേക്കുക. എന്താടാ രമണ, ഇന്ന് എനിക്ക് റിസ്ക്, നാളെ നിനക്ക് റിസ്ക്. നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ അമ്മയെ ആര് സംരക്ഷിക്കും? നീ എന്റെ അമ്മയെ നിന്റെ അമ്മയെ പോലെ കാണുന്നു, എന്നാൽ അവൻ പെറ്റമ്മയെ തന്നെ കൊല്ലാൻ പോയിരിക്കുക. ജീവ, നീ വലിയവനാടാ ജീവ. ഒരു നിമിഷം. ഹലോ, അണ്ണാച്ചി ഉണ്ടോ? എന്ത്, പുറപ്പെട്ടെന്നോ? എങ്ങോട്ട്? തിരിച്ചെന്തൂർക്കോ? 30 വണ്ടികൾ വരുന്നോ? ജീവ, എന്നോട് ക്ഷമിക്ക് ജീവ. ഇല്ല ജീവ, നീ ഇവിടെ ഉണ്ടെന്ന് വരെ ഇപ്പോഴാണ് അണ്ണാച്ചിയോട് ഫോൺ ചെയ്ത് പറഞ്ഞത്. അണ്ണാച്ചി പുറപ്പെട്ടു. ആ പട അരമണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരും. ജീവ, ഞാൻ ഇനി നിന്റെ ആളാടാ. എടാ, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റരുത്. രക്ഷപ്പെടാമാ. ഒന്നും സംഭവിക്കില്ല. ആലോചിക്കട്ടെ. രമണ, ഇവിടുത്തെ ദേവസ്വം ഓഫീസ് എവിടെടാ? ഞാനാണോ ക്രോസ് വെച്ചത്? അണ്ണാച്ചി, അത് ക്ഷേത്ര വണ്ടിയാ. ഭക്തജനങ്ങളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. തൈപ്പൂയ തിരുനാളിൽ തിരുച്ചെന്തൂർ മുരുകനെ കണ്ട് വണങ്ങാൻ തൂത്തുക്കുടിയുടെ മുത്ത്, നമ്മുടെ സ്വത്ത് സമുദ്രക്കനി അണ്ണാച്ചി അവർ വന്നുകൊണ്ടിരിക്കുന്നു. അണ്ണാച്ചി, അത്ര വലിയ ആളാണോ നിങ്ങൾ? തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാൻ അണ്ണാച്ചി അവർ കാറിൽ വരുന്ന അപൂർവ കാഴ്ച അത് കാണും. ലോകത്തൊരിടത്തും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവാൻ പാടില്ലെന്നും അനാവശ്യ യുദ്ധങ്ങൾ ഒഴിവാക്കണമെന്നും UN അസംബ്ലിയിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ അണ്ണാച്ചി. സാർ, കാണിക്കരുത് സാർ. 10 പൈസ തരില്ലേ? ആരുടെ അത് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുന്നത്? അണ്ണാച്ചി അവർ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങൾ ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുക. അവർക്കറിയില്ലല്ലോ, അണ്ണാച്ചി പബ്ലിക് ശ്രദ്ധിക്കുന്നു. ഒരുപക്ഷെ ദർശനം നടത്താതെ മടങ്ങിയാൽ അവര് നിങ്ങളെ തെറ്റിദ്ധരിക്കും. തീർച്ച. വണ്ടി നേരെ ക്ഷേത്രത്തിലേക്ക് വിട്. വണ്ടിയെ തന്നെ ഇരുന്ന് കൊടുത്തോളാം. അണ്ണാച്ചി അവരെ പൂർണ്ണകുംഭ ബഹുമതിയോടെ നമ്മുടെ ദേവസ്വം ബോർഡ് വരവേൽക്കുന്നു. അണ്ണാച്ചി, എല്ലാരും കാത്തുവയ്ക്കുന്നു. വേഗം ഇറങ്ങിയാട്ടെ. ഇതാ, ഈ ദിവ്യഭൂമിയിലേക്ക് ഇറങ്ങുകയായി നമ്മുടെ അണ്ണാച്ചി. ഇപ്പോ അണ്ണാച്ചി അവർക്ക് തലപ്പാവ് കിട്ടും. ചൂടിന് സൂര്യൻ, യുദ്ധത്തിന് അർജുനൻ, മഹാമനസ്കതയ്ക്ക് നമ്മുടെ അണ്ണാച്ചി. അണ്ണാച്ചി അവർ അന്നദാന ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നു. അണ്ണാച്ചി, നിങ്ങൾ ഒറ്റ പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? നോക്ക് നിങ്ങളെ എങ്ങനെ പെടുത്തിയെന്ന്. അണ്ണാച്ചി, എല്ലാരും കാത്തേക്കുന്നു. മാനം പോകുന്നു തോന്നുന്നു. എടുത്ത് കൊടുക്കട്ടെ. എടുക്കടാ, എടുക്ക്. അവസാനം ഇതാ, നമ്മുടെ അണ്ണാച്ചി അവർ തിരുച്ചെന്തൂർ മുരുകന് മുന്നിൽ മുണ്ടനം ചെയ്യാൻ പോകുന്നു. അണ്ണാച്ചി, തലയെ പിടിക്കാൻ വന്നിട്ട് തലപ്പാവ് വെച്ചു തന്നു. ഇപ്പൊ തലമുടി ചോദിക്കുന്നല്ലോ. അത് പൊക്കോട്ടെ, തിരുച്ചെന്തൂർ മുരുകനല്ലേ?
അണ്ണാച്ചി ഇപ്പൊ നിങ്ങളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? കട്ടപ്പൊമ്മനെ വെള്ളക്കാർ തൂക്കിലേറ്റാൻ കൊണ്ടുപോയത് പോലുണ്ട്. എന്നാൽ അവിടെ ഉയിര് പോയി. ഛേ, എനിക്ക് വേണ്ടടാ, അണ്ണാച്ചിക്കേ ഉള്ളൂ. അണ്ണാച്ചി എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ പിന്തുടരുന്നവരുടെ അണികൾ എല്ലാരും ഇപ്പോൾ വെറുതെ ഇരിക്കുന്നോ? അവരെല്ലാവരും ഇപ്പോൾ അണ്ണാച്ചിയോടൊപ്പം ഇരുന്ന് മുടിയെടുക്കാൻ പോകുന്നു. അനൗൺസ് ചെയ്തിട്ടില്ലേ? പോടാ, പോകാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് പോടാ. എടാ, ഇങ്ങനെ പഠിച്ച മുടി കിളിക്കോ? അണ്ണാജി, ഇതുവരെ നിങ്ങൾ വെറും ബോസ്, ഇനി മുതൽ അങ്ങോട്ട് മൊട്ട ബോസ്. മൊട്ടയടിക്കാത്ത ഏതാനും ചില നല്ല അണികൾ അവരുടെ സ്വന്തം നാക്കിൽ ശൂലൻ കുത്താൻ പോകുന്നു. കണ്ണിറയെ കാണുക. അണ്ണാച്ചി അവറുകൾ ദർശനം കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ തിരുച്ചെന്തൂർ പോലീസിനോട് അണ്ണാച്ചിയെ തൂത്തുക്കുടി വരെ അനുഗമിക്കാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അണ്ണാച്ചി, ഇവനാ അനൗൺസ് ചെയ്തത്. ഇതെന്തിനാ കേട്ടെ? ഇവൻ അഗ്നിപർവ്വതോ ലാവ ഒഴുകും. വാ പോകാം. അണ്ണാച്ചി, അവൻ ഇപ്പോഴും രക്ഷപ്പെട്ടു. ആ ഗുരു നാടുതോറും ഓടി നടക്കുമെന്ന് തോന്നുന്നു. അവനെ പളനിയിലിട്ട് നമുക്ക് പിടിക്കാം. അവിടെയും വരും മുട്ടയടിപ്പിക്കാൻ. അപ്പ പിടിക്കാൻ നമുക്ക്.